ഹായ് ഹലോ, ഇന്നൊരു സൺഡേ സ്പെഷ്യൽ വീഡിയോ ആണ്. അമ്മ നാട്ടിൽ നിന്ന് വന്നുകൊണ്ട് നമ്മൾ ചിക്കൻ ബിരിയാണി ഉണ്ടാക്കാൻ പോവുകയാണ്. ചിക്കൻ ബിരിയാണി ഉണ്ടാക്കുന്നത് ഞാനല്ല, അമ്മയാണ്. അമ്മേനെ കൊണ്ട് ഉണ്ടാക്കിപ്പിക്കുകയാണ്, കാരണം നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇത് അമ്മയുടെ സ്പെഷ്യൽ ബിരിയാണിയാണ്, ഒരു തട്ടിക്കൂട്ട് ബിരിയാണി. പേരൊന്നുമില്ല അങ്ങനെ പ്രത്യേകിച്ച്. അപ്പോൾ നമ്മളത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ആദ്യം തന്നെ കുറച്ച് സൺഫ്ലവർ ഓയിലിൽ സവോളയും ക്യാരറ്റും കൂടെ ഫ്രൈ ചെയ്തെടുത്ത് മാറ്റി വെക്കുക. അതിനുശേഷം ചിക്കൻ മഞ്ഞൾപ്പൊടി, ഉപ്പ്, മുളക് പൊടിയൊക്കെ ഇട്ട് ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ എണ്ണയിലോട്ടിട്ട് പൊരിച്ചെടുത്ത് പകുതി വേവ് ആവുന്നത് വരെ പൊരിച്ചെടുത്ത് മാറ്റി വെക്കുക. എന്നിട്ട് നമ്മൾ അതേ എണ്ണയിൽ തന്നെ കുറച്ച് മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടിയെല്ലാം മൂപ്പിച്ചതിന് ശേഷം ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, മല്ലിയില, പുതിനയില അരച്ച് പേസ്റ്റാക്കിയിട്ട് ഇതിലോട്ട് ചേർക്കുക. അതിനുശേഷം സവോള, തക്കാളി അതും കൂടെ അരച്ച് ചേർക്കുന്നുണ്ട്. അതിനുശേഷം ബാക്കി വന്ന ചിക്കനും കൂടെ ഇട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട്. നല്ല ഒരു ഗ്രേവി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അങ്ങനെ നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം കുറച്ച് ബിരിയാണി മസാല കൂടെ ചേർക്കുക. ബിരിയാണി മസാല കൂടെ ചേർത്ത ശേഷം നന്നായിട്ട് ഇളക്കുക. അതിനുശേഷം ഒന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ട് തൈരും കൂടെ ചേർത്ത് കൊടുക്കണം. അതിന് മുന്നേ നമ്മൾ മസാലയിൽ കുറച്ച് ഉപ്പ് വേണമായിരുന്നു, അതുകൊണ്ട് ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്തു. അതിന് ശേഷമാണ് നമ്മളിനി തൈര് ചേർക്കാൻ പോകുന്നത്. തൈര് ചേർക്കുമ്പോൾ കുറച്ചുകൂടെ സോഫ്റ്റ് ആവും. ആ ഗ്രേവി ഒന്ന് സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ തൈര് ചേർക്കുന്നത്. അങ്ങനെ തൈരൊക്കെ ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ടാവും, കാരണം ഇങ്ങനെ ചെയ്യുമ്പോൾ. അങ്ങനെ ഗ്രേവി നല്ല രീതിക്ക് ആയി വരുന്നുണ്ട്. അതിനുശേഷം നമ്മൾ റൈസ് തനിച്ച് വേവിച്ച് വെച്ചിട്ടാണുള്ളത്. അതിൽ ഇതുപോലെ തന്നെ നമ്മൾ സൺഫ്ലവർ ഓയിൽ, നെയ്യ്, പിന്നെ ബിരിയാണിയുടെ ഇല, പിന്നെ ഗ്രാമ്പൂ, പട്ട, അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ഇട്ടിട്ട് ആദ്യം തന്നെ ബിരിയാണി റൈസ് നമ്മൾ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. കുറച്ച് ലെമൺ ജ്യൂസ് കൂടെ ഒഴിച്ചിട്ട് വേണം വേവിക്കാൻ. അത് നമ്മളിതിലോട്ട് തട്ടി കൊടുക്കുന്നുണ്ട്. കുറച്ച് ചിക്കൻ നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്, കുറച്ച് ഗ്രേവി. അതിലോട്ട് റൈസ് ഇട്ടതിന് ശേഷം ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം ബാക്കി എടുത്ത് വെച്ച് ചിക്കനും കൂടെ ഇതിലോട്ട് നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ദമ്മിടുന്നില്ല, ജസ്റ്റ് ഒന്ന് ഇതെല്ലാം ഇട്ടതിന് ശേഷം നമ്മളൊരു പാത്രം വെച്ച് അടച്ച് വെക്കുകയാണ് ചെയ്യുന്നത് കുറച്ച് നേരം. അതാ പറഞ്ഞത്, ഇതിന് സ്പെഷ്യലായിട്ടുള്ള പേരൊന്നുമില്ല എന്നാണ്. പക്ഷേ നല്ല ടേസ്റ്റ് ആയിരിക്കും ഇത് കഴിക്കുമ്പോൾ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ബിരിയാണി. എനിക്കും എല്ലാവർക്കും ഈ ബിരിയാണി ഭയങ്കര ഇഷ്ടമാണ്. അമ്മയുടെ സ്പെഷ്യലാണ്, ഞങ്ങളുടെ ഫേവറേറ്റുമാണ്. അപ്പോൾ അമ്മ വരുമ്പോഴെല്ലാം നമ്മളിത് ഉണ്ടാക്കാറുണ്ട്. ചെറിയ അരിയിലാണ് ഉണ്ടാക്കാറ്. പിന്നെ നമ്മൾ സാധാരണ ഇടുന്ന പോലെ മല്ലിയില, പുതിനയില എല്ലാം കൂടെ നമ്മൾ അതിനെ വിതറി കൊടുക്കുന്നുണ്ട്. കുറച്ച് നെയ്യൊക്കെ ഒഴിച്ച് ഒന്ന് തട്ടിപ്പൊത്തി വെച്ച് കൊടുക്കുക. എന്നിട്ട് ഒരു പാത്രം കൊണ്ടാണ് നമ്മൾ അടച്ച് വെക്കുന്നത്. അതിന് ശേഷം എടുത്ത് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്.